ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീനാണ്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു 2 ഡേയ്സ് കൂടുമ്പോഴൊക്കെ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഡസ്റ്റും പൊല്യൂഷനും ഒക്കെ കാരണം കുറച്ച് ഡാൻഡ്രഫും അതുപോലെ തന്നെ ഓയിലൊക്കെ ആയിട്ടുണ്ട് ഹെയർ. സോ അപ്പോൾ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഓയിലാണിത്. സോ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞാൽ സാധാ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ പക്ഷേ കോയമ്പത്തൂർ വന്നതിന് ശേഷം ഹെയർ ഫോൾ ഇതൊക്കെ വന്നപ്പോൾ പിന്നെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഓയിൽ. അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലപോലെ ഹെയർ ഫോളൊക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനൊരു 5-6 വർഷമായിട്ട് ഈ ഒരു ഓയിൽ തന്നെയാണ് തേക്കാറ്. അപ്പോൾ എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈ ഒരു ഓയിലും ആ റുട്ടീനും ഒക്കെ കാരണം ഒരുപാട് ഞാൻ ഹെയർ നല്ല ഷോർട്ടായിട്ട് കട്ട് ചെയ്തായിരുന്നു. എനിക്ക് നല്ലപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എനിക്ക് എന്തായാലും ഫ്രണ്ട് ഏരിയയിലും അതുപോലെ തന്നെ ബാക്ക് ഏരിയയിലുമാണ് എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടാവാറ്. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്ന് അതുപോലെ തന്നെ ഹെയർ അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടാകുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഏതാണ് കൺസേൺ അതുപോലെ തന്നെ എവിടെയാണ് ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് മനസ്സിലാക്കിയിട്ട് അവിടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുൾ ഹെയർ മസാജ് ചെയ്യണം. അതിനുശേഷം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന നൈക്കയുടെ ഒരു ഹെയർ മാസ്ക് ആണ്. ഇതൊരു ഫെനുഗ്രീക് ഒനിയൻ ഹെയർ മാസ്ക് ആണ്. ഇത് നല്ലോണം ഹെയറിൻ്റെ സ്ട്രാൻഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. ഹെയറിൻ്റെ സ്ട്രാൻഡ്സിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു 10 to 15 മിനിറ്റ്സ് ലീവ് ചെയ്യുക. സാധാരണ എല്ലാവരും ഹെയർ മാസ്ക് നമ്മൾ ഹെയർ ഷാമ്പു ചെയ്തതിന് ശേഷമാണ് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര റിസൾട്ട് കിട്ടുന്ന പോലെ തോന്നാറില്ല. എപ്പോഴും ഞാൻ ഷാമ്പു ചെയ്തതിന് ശേഷം കണ്ടീഷണറാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. കാരണം അതൊരു 1 മിനിറ്റ്സ് ഒക്കെ ലീവ് ചെയ്താൽ മതി. ഹെയർ മാസ്ക് എപ്പോഴും കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ഒക്കെ ഉള്ളത് കാരണം ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ. അപ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ ഇത് തിക്ക് കൺസിസ്റ്റൻസി ഉള്ള കാരണം തന്നെ നമ്മൾ നല്ലോണം ഷാമ്പു ചെയ്ത് കളയുമ്പോഴേ നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിന് പോകുള്ളൂ. അല്ലെങ്കിൽ ഹെയർ ഒട്ടിപ്പിടിക്കാനും ഗ്രീസി ആവാനൊക്കെ ഈ ഹെയർ മാസ്ക് തന്നെ റീസൺ ആവും. സോ അതിന് ശേഷം ഞാൻ എന്താ വെച്ചാൽ മാസ്ക് ഒക്കെ ഫുൾ അപ്ലൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് ടിപ്സിൽ നല്ലോണം അപ്ലൈ ചെയ്യുക. ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ലീവ് ചെയ്യുക. അതിന് ശേഷം നൈക്കയുടെ തന്നെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തൊരു ഷാമ്പും കണ്ടീഷണറും ആണ് ഒനിയൻ ഫെനുഗ്രീക്ക്. സോ ഇതിൻ്റെ ഷാമ്പൂവിൻ്റെ സ്മെല്ല് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം ഒനിയൻ്റെയും ഫെനുഗ്രീക്കിൻ്റെയും കമ്പൈൻഡ് സ്മെല്ല് വരുമ്പോൾ ആ ഒരു സ്മെല്ലേ വരുള്ളൂ. സോ അതിനുശേഷം ഞാനിപ്പോൾ ഹെയർ വാഷ് ചെയ്തു, ഷാമ്പു ചെയ്തു, കണ്ടീഷൻ ചെയ്തു. കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. സ്ട്രാൻഡ്സിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഒരു 1 മിനിറ്റ് ലീവ് ചെയ്യുക. അതിനുശേഷം വാഷ് ഔട്ട് ചെയ്യുക. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഷാമ്പു ചെയ്യും. അതിനുശേഷം ഒന്ന് തോർത്തിയതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് കുളിക്കും. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കണ്ടീഷണർ നന്നായി സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഹെയർ ഡ്രൈ ആയതിനു ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഞാൻ ഷാമ്പും കണ്ടീഷണറും മാസ്കും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ആണിത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയും എങ്ങനെയുണ്ട്. നല്ല ബൗൺസി ആയിട്ടും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടും കിടക്കുന്നുണ്ട്. നമുക്ക് മാനേജ് ചെയ്യാൻ തന്നെ നല്ല ഒരു ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ 2-3 ഡേയ്സൊക്കെ ഇത് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതാവും. അപ്പോൾ നമ്മൾ 2 ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും ഹെയർ വാഷ് സെയിം പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യും. സോ ദിസ് ഈസ് ദ റിസൾട്ട്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സിറം ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സിറം എൻ്റെ ഫേവറേറ്റ് അതാണ്. ഞാനിപ്പോൾ 2 ബോട്ടിൽസൊക്കെ യൂസ് ചെയ്തിരുന്നു. ഞാൻ വേറെ സിറം ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സിറം. നമ്മുടെ സ്ട്രീക്സിൻ്റെ സിറമാണ്. അപ്പോൾ ഇത് എൻ്റെ ലോങ് ഹെയർ ആയ കാരണം തന്നെ ഞാൻ 3 ഡ്രോപ്സ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല പോലെ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് നല്ലോണം റബ്ബ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും കൂടെ ഫ്ലെക്സിബിളായി കിട്ടും ആ കൺസിസ്റ്റൻസി നമ്മുടെ ഹാൻഡ്സിൻ്റെ ആ ചൂടൊക്കെ കാരണം. അതിനുശേഷം ലൈറ്റായിട്ട് നമ്മുടെ എണ്ണ തേക്കുന്ന പോലെ തേക്കരുത് കേട്ടോ. ജസ്റ്റ് ലൈറ്റായിട്ട് ഹെയറിൽ തൊട്ടില്ലാത്ത രീതിയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അപ്ലൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ ഹെയറിൻ്റെ മേലത്തെ കോട്ട് മാത്രം സെറം അപ്ലൈ ചെയ്ത് ടിപ്പിലും അപ്ലൈ ചെയ്ത് വിടും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഹെയർസിനൊന്നും ഈ സെറോ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒന്നും കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിട്ട് ഇതാക്കുമ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ ആവും. എന്നിട്ട് നമ്മൾ വീണ്ടും റിട്ടേൺ ഇട്ട് കഴിഞ്ഞാൽ മുടി നല്ലപോലെ സെറ്റായി നിൽക്കും. നമ്മുടെ ഹോൾ ഹെയറിനും ആ ഒരു സെറത്തിൻ്റെ ഒരു കണ്ടീഷനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഇത്രയാണോ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ അറിയേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക.